സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുകയാണ്. 9 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. തീരദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ഒപ്പം ചേരുന്നു. പ്രശാന്ത്, ഇടയ്ക്കിടെ വലിയ മഴയാണ്, അത് തോരാതെ തുടരുന്നു. ഒരല്പം ശമിക്കും, പിന്നെയും ഇരട്ടി ശക്തിയിൽ മഴ പെയ്യുന്നു. ഇതിങ്ങനെ തുടരുമെന്നാണോ? കാലവർഷം എത്തിയാലും മൺസൂൺ എത്തും മുൻപേ ഈ മഴ ഇങ്ങനെ തുടർന്നു പോകും എന്നാണോ? അതായത് വരാനിരിക്കുന്നത് മഴനാളുകൾ മാത്രമാണോ? കൃഷ്ണരാജ്, തീർച്ചയായും വരാനിരിക്കുന്നത് മഴനാളുകൾ തന്നെയാണ് എന്ന് വേണം നമുക്ക് നിലവിലെ സാഹചര്യം വെച്ച് മനസ്സിലാക്കേണ്ടത്. ശക്തമായ അതിതീവ്രമായ മഴയാണ് സംസ്ഥാനത്ത് ഉടനീളം പെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും പരക്കെ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ സീസണിലെ ആദ്യത്തെ ന്യൂനമർദ്ദമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ മഴ ശക്തമാകാനുള്ള സാധ്യതകൾ ഏറെക്കുറെ മുന്നിൽ കണ്ടിരിക്കുകയാണ്. ശക്തമായി പെയ്യുകയും സാധ്യതയുമുണ്ട്. മലയോര മേഖലകളിലായാലും ശരി, അതുപോലെ തന്നെ മലയോര മേഖലകളിലും അതുപോലെ തന്നെ തീരദേശ മേഖലകളിലുമെല്ലാം പരക്കെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തീരദേശ മേഖലകളിൽ ഉള്ളവരെല്ലാം ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശവുമുണ്ട്. കാരണം ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരദേശ മേഖലകളിലുള്ളവരെല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്, ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മലയോര മേഖലകളിലും ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. അതായത് ജാഗ്രത പാലിക്കണമെന്നുണ്ട്. നമുക്കറിയാം, ഈ മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലിനടക്കം അതുപോലെ തന്നെ മണ്ണിടിച്ചിലിനടക്കം സാധ്യത തള്ളിക്കളയാനാവില്ല. ഇത്തരത്തിൽ മഴ തുടരുകയാണെങ്കിൽ ആ ഒരു സാഹചര്യവും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ അടിയന്തര സാഹചര്യം കാലവർഷം എത്തിയിട്ടില്ല. ഒറ്റ രാത്രി മഴ പെയ്തപ്പോൾ തലസ്ഥാന നഗരത്തെ താഴ്ന്ന ഇടങ്ങളൊക്കെയും റോഡുകളും ഒക്കെ വെള്ളത്തിന് അടിയിലായി, വെള്ളക്കെട്ടാണ്. ഗ്രാമപ്രദേശങ്ങളിൽ, മലയോര മേഖലകളിലുമൊക്കെ താഴ്ന്ന ഇടങ്ങളിൽ ഇപ്പോഴും വെള്ളം കെട്ടി നിൽപ്പുണ്ട്. ഈ നദികളിലെ ജലനിരപ്പ് ഉയരുന്നു എന്നത് വലിയ ആശങ്ക ഉയർത്തുന്നുണ്ടോ? തലസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് മലയോര മേഖലകളിലടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലടക്കമുള്ള സ്ഥലങ്ങളിലെയും അവസ്ഥ ഇത് തന്നെയാണ്. മഴ രൂക്ഷമായതോടുകൂടി വെള്ളക്കെട്ടടക്കം രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. ജനജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യമുണ്ട്. മുന്നൊരുക്കങ്ങളിലെ പാളിച്ചകൾ നേരത്തെ തന്നെ നമ്മൾ വാർത്തയായി റിപ്പോർട്ട് ചെയ്തതാണ്. അത്തരത്തിൽ മുന്നൊരുക്കങ്ങളിലെ പാളിച്ചകൾ നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരുക്കങ്ങൾ പാലിക്കുന്നതിലുമടക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം വീഴ്ച വരുത്തിയായിട്ടുള്ള വാർത്തകളും നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. എന്തായാലും മഴ ശക്തമായി തന്നെ പെയ്യുന്ന സാഹചര്യമുണ്ട്. അതിന് അനുബന്ധമായിട്ടാണ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പും നൽകിയിട്ടുള്ളത്. കൃഷ്ണരാജ്, മഴ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത്.